3 വർഷമായി കുഞ്ചമ്മയുടെ മകൻ പ്രമേഹ രോഗിയാണ്. 13 വയസ്സേ പ്രായമുള്ളൂ. കൃത്യമായ ചികിത്സ വേണം. ചികിത്സ എന്ന് പറഞ്ഞാൽ ദിവസവും 3 നേരം ഇൻസുലിൻ, ഇല്ലെങ്കിൽ പ്രശ്നമാകും. പക്ഷേ ഇപ്പോൾ ചികിത്സയ്ക്കൊരു തടസ്സമുണ്ട്. ആരോഗ്യവകുപ്പ് വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇൻസുലിൻ ലഭിക്കുന്നില്ല. മരുന്ന് ഇപ്പോൾ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. കോട്ടത്തറ പോയി ചോദിച്ചു, അപ്പം പിന്നെ സോളയിൽ പോയി ചോദിച്ചു, 2 സ്ഥലത്ത് പോയി ചോദിച്ചു. അപ്പം മരുന്നില്ല, ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു സാർ. കോട്ടയത്തായിരുന്നു കുഞ്ചമ്മയുടെ മകൻ പഠിച്ചിരുന്നത്. പ്രമേഹം കൂടിയപ്പോൾ തിരികെ വീട്ടിലേക്ക് വന്നു. 1400 രൂപ വേണം ഒരു ഡോസ് ഇൻസുലിൻ പുറത്തുനിന്ന് വാങ്ങാൻ. ഒരു കുപ്പിക്ക് 900 രൂപ വെച്ചിട്ട് 2 കുപ്പിക്ക് 1350 ആകും. ഇത് കൂടുതലാണ് സാറേ, പൈസ കൂടുതൽ തന്നെ ആകുള്ളൂ സാറേ. ഇപ്പോൾ പറ്റില്ല, പൈസ ഒന്നും തികയില്ല. ഒരു ദിവസം കുഞ്ചമ്മ തൊഴിലുറപ്പിന് പോയാൽ ആകെ കിട്ടുക 330 രൂപ. ആഴ്ചയിൽ 5 ദിവസം പണി ഉണ്ടെങ്കിൽ തന്നെ വരുമാനം 1650 രൂപ. മരുന്ന് മാത്രം പോരല്ലോ, വീട്ടിലുള്ള 3 വയറുകൾ കൂടി നിറയണ്ടേ. എങ്കിലും കടം വാങ്ങി കഴിഞ്ഞ ആഴ്ച മകനായി 1400 രൂപ കൊടുത്ത് ഒരു ഡോസ് ഇൻസുലിൻ വാങ്ങി. 2 ദിവസം കൂടി ഇതുകൊണ്ട് കഴിച്ചു കൂട്ടാം. അത് കഴിഞ്ഞാൽ അറിയില്ല. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.